പിണറായി സർക്കാരിന്റെ ധൂർത്തുകളിൽ ഒന്നായിരുന്നു നവകേരള സർക്കിട്ട് അഥവാ നവകേരള യാത്ര. അങ്ങ് കാസർഗോഡ് തൊട്ട് ഇങ്ങ് പാറശാല വരെ പിണറായി വിജയനും കൂട്ടുമന്ത്രിമാരും നടത്തിയ ഒരു ധൂർത്ത് അതായിരുന്നു നവകേരള സർക്കിട്ട്. അതിനായി ആദ്യം ചെയ്തത് ഒരു ബസിന്റെ ചേസിസ് വാങ്ങി ബോഡി കെട്ടുക എന്നുള്ളതാണ്. അത് ചെയ്തു. ആ ബസിന്റെ പടിയിൽ നിന്ന് താഴേക്കിറങ്ങാൻ ലിഫ്റ്റ് പിടിപ്പിച്ചു. ഒന്നിനും രണ്ടിനുമായി അകത്ത് കക്കൂസുണ്ടാക്കി. പിണറായി വിജയൻ ഇരിക്കാൻ വേണ്ടി മാത്രം ബാർബർ ഷോപ്പിലേതുപോലെയുള്ള കറങ്ങുന്ന ഒരു സീറ്റ് വാങ്ങി ചൈനയിൽ നിന്ന്. അതിൻ്റെ വില വെറും 1,60,000 രൂപ. അങ്ങനെ സംഘം യാത്ര തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നത് റാംജി റാവ് സ്പീക്കിംഗ് എന്ന സിനിമയിൽ ഇന്നസെന്റ് അവതരിപ്പിച്ച ഉറുമീസ് എന്ന കഥാപാത്രത്തെയാണ്. ഉർവശി തിയേറ്റേഴ്സിന്റെ സ്വരാജ് മസ്ത പോലെ നവകേരള സർക്കിട്ടിന്റെ ബെൻസ് ബസ്സും ഒഴുകി നീങ്ങി. നമ്മുടെ നാട്ടിൽ ഒരുപാട് നാടക കമ്പനികളും സർക്കസ് കമ്പനികളുമുണ്ട്. ഇവർ പരിപാടി അവതരിപ്പിക്കാൻ പോകുന്നത് മിനി ബസ്സുകളിലായിരിക്കും. മുൻ സീറ്റിലിരിക്കുന്നത് ആരാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ, മുതലാളിയായിരിക്കും. അതുപോലെ നവകേരള സർക്കിട്ട് ബസിന്റെയും മുൻ സീറ്റിൽ പിണറായി വിജയൻ സ്ഥാനം പിടിച്ചു. പിന്നിലെ സീറ്റുകളിൽ മരണക്കിണറിൽ ബൈക്ക് ഓടിക്കുന്നവൻ തൊട്ട് കോമാളി വരെയുണ്ട്. എന്ന് വെച്ചാൽ വാസവൻ, വീണ ജോർജ്, ചിഞ്ചുറാണി, ബിന്ദു, അഹമ്മദ് ദേവർകോവിൽ, റോഷി അഗസ്റ്റിൻ, ആന്റണി രാജു, ശശീന്ദ്രൻ, കടന്നപ്പള്ളി, അങ്ങനെ സകലമാന മന്ത്രിമാരുമുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇനി അതിൻ്റെ പേരിൽ കേസെടുക്കരുത്, അപേക്ഷയാണ്. എന്തായാലും ആലിബാബയും 41 കള്ളന്മാരെയും ഓർമ്മിപ്പിക്കുന്നത് പോലെ നവകേരള സർക്കിട്ട് ബസ് ഒഴുകി നീങ്ങി. 1 മാസത്തോളം ഈ സർക്കിട്ട് നീണ്ടു. പോലീസ് ഭരണകൂടങ്ങളുടെ മർദ്ദനോപകരണമാണ് എന്നായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ പണ്ട് പറഞ്ഞിരുന്നത്. ഇക്കാര്യം കമ്മികൾ ഉൾപ്പെടെയുള്ള ആളുകൾ മറന്നിരിക്കുമ്പോഴാണ് നവകേരള സർക്കിട്ട് നടക്കുന്നത്. സർക്കസ് കമ്പനി മുതലാളിയെ പിണറായിയെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ പിണറായി പോലീസ് അറഞ്ചം പുറഞ്ചം തല്ലിച്ചതച്ചു. പ്രോട്ടോകോൾ പോലും മറികടന്ന് പിണറായിയുടെ അംഗരക്ഷകൻ പോലീസുകാരുടെ ലാത്തി പിടിച്ചു വാങ്ങി മനുഷ്യരാണെന്ന പരിഗണന പോലുമില്ലാതെ യൂത്തന്മാരുടെ തല തല്ലിപ്പൊളിച്ചു. ഇത്രയും വാഹനങ്ങൾ ഓടുമ്പോഴുള്ള ചെലവ് ഒഴിവാക്കാനാണ് മന്ത്രിമാർ തങ്ങളുടെ ഔദ്യോഗിക വാഹനങ്ങൾ ഒഴിവാക്കി ബസ്സിൽ പോകുന്നത് എന്നായിരുന്നു സർക്കാരിൻ്റെ ന്യായം. പക്ഷേ തമിഴ് സിനിമകളിൽ കാണുന്നത് പോലെ സർക്കിട്ട് ബസിന്റെ പിന്നാലെ പോലീസിന്റെയും ഉദ്യോഗസ്ഥരുടെയും വാഹനങ്ങളുടെ ഘോഷയാത്രയായിരുന്നു പിന്നീട് കേരളത്തിലെ ജനങ്ങൾ കണ്ടത്. 40-ൽ കുറയാത്ത വാഹനങ്ങൾ ഈ നവകേരള സർക്കിട്ട് ബസിന് പിന്നാലെയുണ്ടായിരുന്നു. 21 മന്ത്രിമാരും അവരവരുടെ വാഹനങ്ങളിൽ പോയാൽ മുഖ്യമന്ത്രിയെ എങ്ങനെ തിരിച്ചറിയും? കാറിൻ്റെ നിറം നോക്കിയാൽ അറിയാം. എങ്കിലും മുതലാളിയുടെ പത്രാസിൽ കറങ്ങുന്ന കസേരയിൽ ഇരിക്കുന്നതിൻ്റെ ഗമ ഒന്ന് വേറെ തന്നെ. ഈ ബസ് രാത്രി പോകുന്നത് കണ്ടാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും. കാരണം മുൻ സീറ്റിൽ മുഖ്യമന്ത്രി, അകത്ത് ലൈറ്റ്. പള്ളിപ്പെരുന്നാളിന് അന്തോണീസ് പുണ്യാളനെ എഴുന്നള്ളിച്ചു വരികയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നും. അതായിരുന്നു അവസ്ഥ. ചരിത്രമെന്ന് പറയുന്നത് നദി ഒഴുകുന്നത് പോലെ അനുസ്യൂതമായതാണ്. പക്ഷേ ഇതിനിടയിൽ പല വിപ്ലവങ്ങളും ഉണ്ടാകും. ചുഴലികൾ വരും, പ്രളയങ്ങൾ വരും, വെള്ളച്ചാട്ടവും വെള്ളപ്പൊക്കവും മഹാമാരികളും വരും. മരങ്ങളും മനുഷ്യരുടെ തലകളും അരിഞ്ഞു വീഴ്ത്തിയെന്ന് വരാം. പക്ഷേ കാറ്റും കോളും ഒതുങ്ങുമ്പോൾ കാര്യങ്ങൾ വീണ്ടും പഴയതുപോലെയാകും. കഴിഞ്ഞു പോയതെല്ലാം പല പേരുകളിൽ മറ്റു വിഷയങ്ങളായി തിരിച്ചു വരും. ചരിത്രത്തിൽ ഓരോ മഹാസംഭവവും 2 തവണയെങ്കിലും പ്രത്യക്ഷപ്പെടും. ആദ്യം അതൊരു മഹാദുരന്തത്തിൻ്റെ രൂപത്തിലായിരിക്കും, പിന്നെ അത് വലിയൊരു തമാശയായി മാറും. ഇത് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ മാർക്സാണ്. ഫ്രാൻസിൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ കാലം കഴിഞ്ഞ് ലൂയി നെപ്പോളിയൻ എന്നൊരു കോമാളി അധികാരത്തിലെത്തിയപ്പോഴാണ് മാർക്സിന് ഇങ്ങനെ പറയേണ്ടി വന്നത്. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ താൻ പറഞ്ഞത് 21-ാം നൂറ്റാണ്ടിൽ കേരളമെന്ന കൊച്ചുനാട്ടിൽ തൻ്റെ ശിഷ്യനായ ഒരാൾ ചെയ്യുമെന്ന് പാവം മാർക്സ് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല എന്നുറപ്പാണ്. കേരളത്തിൽ ജന്മിമാരുടെയും നാടുവാഴികളുടെയും കാലം അവസാനിച്ചു എന്നാണ് കേരളത്തിലെ ജനങ്ങൾ അന്നുവരെ കരുതിയിരുന്നത്. പക്ഷേ നവകേരള സർക്കിട്ടിൽ പൗരപ്രമുഖരുമായി മാത്രമേ മുഖ്യമന്ത്രിയും മിണ്ടാപ്രാണികളായ മറ്റു മന്ത്രിമാരും സംവദിക്കൂ. അവരോടൊപ്പമേ ഭക്ഷണം കഴിക്കൂ. സാധാരണക്കാരായ ജനങ്ങൾ ദൂരെ മാറി നിന്ന് ഇതൊക്കെ കണ്ടുകൊള്ളണം. പൗരപ്രമാണി സംഗമങ്ങളിൽ നാട്ടിലെ പുത്തൻ പണക്കാരെയും ബിസിനസ്സുകാരെയും വ്യവസായികളെയും സ്വാമിമാരെയും മൊല്ലാക്കന്മാരെയും പള്ളിയിലച്ചന്മാരെയും ഓടിച്ചിട്ട് പിടിച്ച് പൊന്നാട അണിയിച്ചു പിണറായിയും സംഘവും. നേതാക്കളുടെ എന്ത് തോന്നിയവാസങ്ങളെയും കണ്ണടച്ച് ന്യായീകരിച്ച് നാട്ടുകാരുടെ തെറി കേൾക്കാൻ വിധിക്കപ്പെട്ട 3-ാം കിട അന്തം കമ്മികൾ ഉൾപ്പെടെയുള്ള സാധാരണ ജനങ്ങൾ ദൂരെ മാറി നിന്ന് ഇതൊക്കെ കണ്ടു. ദേഹത്ത് 15 രോമം പോലും എണ്ണിയെടുക്കാനില്ലാത്ത, മൂക്കിന് താഴെ പോലും മെഴുമെഴാന്നിരിക്കുന്ന അന്തങ്ങൾക്ക് പോലും ഈ കാഴ്ച കണ്ട് രോമാഞ്ചമുണ്ടായി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തെങ്കിലും ചോദിക്കാനോ തങ്ങളുടെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ മുന്നിൽ അവതരിപ്പിക്കാനോ ഉള്ള അവസരം സാധാരണക്കാരായ ആർക്കും കിട്ടിയില്ല. പാർട്ടി ഗുണ്ടകൾ പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ചതും മുഖ്യമന്ത്രിയുടെ ഗൺമാൻ യൂത്ത് കോൺഗ്രസുകാരുടെ തലയടിച്ചു പൊട്ടിച്ചതുമൊന്നും പല മന്ത്രിമാർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. മാധ്യമപ്രവർത്തകരെ ഗൂഢാലോചനക്കാരെന്നും പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ചതിനെ രക്ഷാപ്രവർത്തനമെന്നും വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിയോടൊപ്പമുള്ള യാത്ര അതികഠിനമായിരുന്നു എന്ന് ഓരോ മന്ത്രിമാരുടെയും മുഖഭാവങ്ങൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. മന്ത്രിമാരെല്ലാം
ഫ്രണ്ട്സ് സിനിമയിൽ കൊക്കയിൽ വീണ് ഓർമ്മ നഷ്ടപ്പെട്ട ജയറാം ഇരിക്കുന്നത് പോലെ മരപ്പാവകളെ പോലെ സർക്കിട്ട് ബസ്സിലിരുന്നു. ശബരിമലയിൽ ദേവസ്വം അധികാരികളും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലടിച്ച് ഭക്തരെ പൊരിവെയിലിൽ നിർത്തിയ സംഭവത്തിൽ പ്രശ്നം പരിഹരിക്കാനായി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന് 2 ദിവസം ഈ ബസ്സിൽ നിന്ന് പുറത്തു ചാടാനുള്ള അവസരം കിട്ടി. ജീവപര്യന്തം തടവ് അനുഭവിക്കുന്നവന് പരോൾ കിട്ടിയ സന്തോഷമായിരുന്നു അപ്പോൾ രാധാകൃഷ്ണന്. യഥാർത്ഥത്തിൽ എന്തിനായിരുന്നു ഈ സർക്കിട്ട് നടത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ആർക്കും ഒരെത്തും പിടിയുമില്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം ഒരു ജനസമ്പർക്ക പരിപാടി നടത്തിയിരുന്നു. അത് വൻ വിജയമായിരുന്നു. ഇത് കണ്ടിട്ടായിരിക്കണം പിണറായിക്കും ഇങ്ങനെയൊരു പൂതി തോന്നിയത്. ഇത് തൻ്റെ മനസ്സിൽ വിരിഞ്ഞ ആശയമാണ് എന്നായിരുന്നു സർക്കിട്ട് തുടങ്ങുന്നതിന് മുൻപ് പിണറായി വിജയൻ പറഞ്ഞിരുന്നത്. നവകേരള സർക്കിട്ട് പോലെയല്ല, ജനസമ്പർക്ക യാത്രയിൽ സാധാരണക്കാർക്ക് പോലും മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനങ്ങളും പരാതികളും കൊടുക്കാമായിരുന്നു. കൊടുത്ത പരാതികളിൽ പരിഹരിക്കാൻ കഴിയുന്നതിനെല്ലാം പരിഹാരമുണ്ടായി. അതിൻ്റെയൊക്കെ പ്രതിഫലനമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം നടന്ന വിലാപയാത്രയിൽ അരങ്ങേറിയ വികാരഭരിതമായ രംഗങ്ങൾ. ഇനി നവകേരള സർക്കിട്ടിലേക്ക് തിരിച്ചു വരാം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന പരിപാടിയാകുമ്പോൾ തങ്ങളുടെ പരാതികൾക്ക് ഉടൻ തന്നെ പരിഹാരമുണ്ടാകുമെന്നായിരുന്നു പാവം കേരളത്തിലെ ജനങ്ങളുടെ വിചാരം. ഇതൊന്നും അത്ര എളുപ്പമുള്ള പണിയല്ലെന്ന് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും മനസ്സിലായി. പരാതിയുടെ പിറകെ പോയാൽ അണ്ടിക്കഞ്ഞിയും താറാവും അപ്പാസും കരിമീൻ പൊള്ളിച്ചതുമൊന്നും തിന്നാൻ പറ്റാതെയാകും. അണ്ടിക്കഞ്ഞി എന്ന് ഞാൻ പറഞ്ഞത് കശുവണ്ടിയിട്ടുണ്ടാക്കിയ ഒരുതരം കഞ്ഞിയാണെന്നാണ്. ഞാനിത് കണ്ടിട്ടുമില്ല, കുടിച്ചിട്ടുമില്ല, നവകേരള സർക്കിട്ട് വരെ കേട്ടിട്ടുമില്ല. ഇനി ഇതിൻ്റെ പേരിൽ കേസെടുക്കരുത്, അപേക്ഷയാണ്. എന്തായാലും ജനങ്ങളുടെ പരാതികളെല്ലാം ചാക്കിൽ പൊതിഞ്ഞുകെട്ടി ഉദ്യോഗസ്ഥർ. പല പരാതികളും വേദികളുടെ സമീപത്ത് നിന്ന് പിന്നീട് പരാതിക്കാർക്ക് തന്നെ കിട്ടി. സർക്കിട്ട് തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും പിണറായിക്ക് ഒരു കാര്യം മനസ്സിലായി: വെളുക്കാൻ തേച്ചത് പാണ്ടായിരിക്കുന്നു. ജനസമ്പർക്ക യാത്ര ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. വെയിലും മഴയും മഞ്ഞും കാറ്റും തണുപ്പും ചൂടും വിശപ്പും ദാഹവും ഒന്നും വകവയ്ക്കാതെയാണ് ഉമ്മൻചാണ്ടി ജനസമ്പർക്ക യാത്രയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടത്. ഉമ്മൻചാണ്ടിയുടെ അർപ്പണ മനോഭാവത്തോടെയുള്ള പ്രവർത്തനവും പിണറായി വിജയന്റെ ധാർഷ്ട്യവും പുച്ഛവും നിറഞ്ഞ മനോഭാവവും ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ജനകീയ പ്രശ്നങ്ങളോടും ജനകീയ പ്രതിഷേധങ്ങളോടുമുള്ള ഈ 2 നേതാക്കളുടെയും സമീപനങ്ങളും ജനങ്ങൾക്ക് മനസ്സിലായി. CPMകാർ കണ്ണൂരിൽ വെച്ച് കല്ലെറിഞ്ഞിട്ടും ആ കല്ലേറുകൊണ്ട് അക്ഷോഭ്യനായി നിന്നയാളായിരുന്നു ഉമ്മൻചാണ്ടി. എന്നാൽ പിണറായി വിജയൻ അങ്ങനെയായിരുന്നില്ല. കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച സ്വന്തം ചെറുമക്കളുടെ പ്രായമുള്ള യുവാക്കളെ പോലും പോലീസിനെയും DYFI ഗുണ്ടകളെയും കൊണ്ട് തല്ലിച്ചതപ്പിച്ചു പിണറായി വിജയൻ. ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും അടിയേറ്റ് പുളയുന്ന ചെറുപ്പക്കാരെ നോക്കി ബസിൻ്റെ മുൻ സീറ്റിലിരുന്ന് ഊറിച്ചിരിച്ചു പിണറായി വിജയൻ. ഉമ്മൻചാണ്ടിയും പിണറായിയും തമ്മിൽ ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. നവകേരള സർക്കിട്ടിൽ ജനങ്ങൾ എതിരായതോടെ ശ്രദ്ധ മാറ്റാനുള്ള തന്ത്രം തുടങ്ങി സർക്കാരും CPMും. സർവകലാശാല സെനറ്റ് നോമിനേഷന്റെ പേരിൽ SFIക്കാരെ കൊണ്ട് അന്നത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കലാപമുണ്ടാക്കി. PM ആർഷോ എന്ന 2 വധശ്രമം ഉൾപ്പെടെയുള്ള 42ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയായിരുന്നു അന്നത്തെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി. തലസ്ഥാനത്ത് ഗവർണറുടെ വാഹനം SFIക്കാർ തടഞ്ഞു. പോലീസ് കാഴ്ചക്കാരായി നോക്കി നിന്നു. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ഗവർണർക്കെതിരെ പ്രതിഷേധമെന്ന പേരിൽ സമാനതകളില്ലാത്ത അക്രമങ്ങൾ അഴിച്ചുവിട്ടു SFIക്കാർ. കേന്ദ്ര സർക്കാരും ഏജന്റുമാരും സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ നടത്തുന്ന നീക്കങ്ങൾക്കെതിരായ ജനകീയ പ്രതിരോധമാണ് നവകേരള സർക്കിട്ട് എന്ന പുതിയ ക്യാപ്സൂൾ പാർട്ടിയും സർക്കാരും പുറത്തിറക്കി. ഈ നവകേരള സർക്കിട്ടിൽ മറ്റൊരു കാര്യം കൂടി വെളിച്ചത്ത് വന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായി കണ്ണൂരിൽ ഒതുങ്ങി നിന്നിരുന്ന ക്രിമിനൽ ഗുണ്ടാരാഷ്ട്രീയം അധികാര ശക്തികളുടെ പ്രധാന ആയുധമായി മാറുന്നു എന്നുള്ളതായിരുന്നു അത്. പലയിടങ്ങളിലും നവകേരള സർക്കിട്ടിനിടയിൽ പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ചവരെ നേരിട്ടത് പോലീസായിരുന്നില്ല, മറിച്ച് പാർട്ടി ഗുണ്ടകളായിരുന്നു. ഈ ഗുണ്ടകൾ കൈകാര്യം ചെയ്തതിനു ശേഷമായിരിക്കും പോലീസ് പ്രതിഷേധക്കാരെ ഏറ്റെടുക്കുന്നത്. ഈ ക്രിമിനൽ ഗുണ്ടകളെ പിണറായി വിജയൻ വിശേഷിപ്പിച്ചത് രക്ഷാ ദൗത്യ സംഘം എന്നാണ്. സർക്കാരിൻ്റെയും മന്ത്രിമാരുടെയും രക്ഷയ്ക്ക് ഗുണ്ടകളുടെ സംരക്ഷണം ആവശ്യമായി വന്നിരിക്കുന്നു എന്ന് ഉളുപ്പില്ലാതെ പറഞ്ഞത് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നോർക്കണം. പശ്ചിമ ബംഗാളിൽ ബുദ്ധദേവ് ഭട്ടാചാര്യ സർക്കാരിൻ്റെ അവസാന കാലത്ത് ഇതായിരുന്നു അവിടുത്തെയും സ്ഥിതി. ഹർമത് വാഹിനി എന്നായിരുന്നു ഈ പാർട്ടി ഗുണ്ടകൾ അറിയപ്പെട്ടിരുന്നത്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭൂമി പിടിച്ചെടുക്കുന്നതിൽ ഉൾപ്പെടെ മുന്നിൽ നിന്നത് ഈ പാർട്ടി ഗുണ്ടകളായിരുന്നു. ഇതിൻ്റെ പ്രത്യാഘാതമാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. പോലീസ് വാഹനം പൊതുനിരത്തിൽ തല്ലിത്തകർക്കുകയും പോലീസ് വാഹനം തടഞ്ഞു നിർത്തി SHOക്കെതിരെ കൊലവിളി നടത്തുകയും ഒക്കെ ചെയ്യുന്ന DYFI ഗുണ്ടകൾ അന്നത്തെ ബംഗാളിലെ ഹർമത് വാഹിനിയുടെ ആദ്യ പതിപ്പാണെന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഗുണ്ടാ സംഘങ്ങൾക്ക് പിന്തുണയും പ്രോത്സാഹനവും സഹായവും നൽകുന്നത് അത്യന്തം അപകടമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പോലീസിനെ പോലും ഭയമില്ലാത്തവർ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെ വെറുതെ വിടുമോ എന്ന് ചിന്തിക്കണം. ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത് പിണറായി സർക്കാരാണ്. മുമ്പുണ്ടായിരുന്ന സർക്കാരുകളാണ്
അത്തരമൊരു ആപത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ ഇതുവരെ രക്ഷിച്ചത്. പക്ഷേ ഈ സർക്കാർ അങ്ങനെയല്ല. ഗുണ്ടകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വേലി തന്നെ വിളവ് തിന്നുന്നത് പോലെയാണത്. രാഷ്ട്രീയമായും ജനസമ്പർക്ക മാധ്യമം എന്ന പേരിലും നടത്തിയ നവകേരള സർക്കിട്ട് എന്ന മാമാങ്കം വൻ പരാജയമായിരുന്നു എന്ന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ പോലും രഹസ്യമായി സമ്മതിക്കും എന്നുറപ്പാണ്. കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് നടത്തിയ ഉപ്പുകുറുക്കൽ ജാഥയും തലശ്ശേരിയിൽ നിന്ന് മദ്രാസിലേക്ക് പോയ പട്ടിണി ജാഥയും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ നടത്തിയ ജനസമ്പർക്ക പരിപാടിയുമൊക്കെ നടന്ന നാട്ടിലാണ് പൊതുഖജനാവിൽ നിന്ന് കോടികൾ മുടക്കി ചെറുപ്പക്കാരുടെ തല തല്ലിപ്പൊളിച്ച നവകേരള യാത്ര എന്ന തോന്നിവാസം നടത്തിയത് എന്നോർക്കണം. യഥാർത്ഥത്തിൽ ഗുണ്ടകളുടെ സംരക്ഷണത്തിൽ നടന്ന ഒരു പരിപാടിയായിരുന്നു നവകേരള സർക്കിട്ട്. യഥാർത്ഥത്തിൽ എന്തിനായിരുന്നു പൊതുജനങ്ങളുടെ നികുതിപ്പണം മുടിച്ച് ഈ തോന്നിവാസം നടത്തിയത്? ജനങ്ങൾക്ക് വേണ്ടിയോ മറ്റു മന്ത്രിമാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചോ അല്ല ഈ ധൂർത്ത് നടത്തിയത്. തൻ്റെ പ്രതാപം സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം പോലെ പ്രകാശിച്ചു നിൽക്കണമെന്ന ഏകാധിപതിയും ധാർഷ്ട്യക്കാരനും മാന്യമായി പെരുമാറാൻ കഴിയാത്തവനും അതിനേക്കാളുപരി അധികാരത്തിൻ്റെ ലഹരി കൊണ്ട് മത്തുപിടിച്ചവനുമായ പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ പിടിവാശി. ആ പിടിവാശിയാണ് ജനങ്ങളുടെ നികുതി പണം മുടിച്ചു നടത്തിയ നവകേരള സർക്കിട്ട്. അധികാരം തലയ്ക്ക് പിടിച്ച ഏതൊരു ഭരണാധികാരിക്കും സംഭവിക്കുന്നത് പോലെ രണ്ടാമതും ഭരണം കിട്ടിയപ്പോൾ തോന്നാൻ പാടില്ലാത്തത് പലതും പിണറായി വിജയന് തോന്നി. ചെയ്യാൻ പാടില്ലാത്തത് പലതും ചെയ്തു. പറയാൻ പാടില്ലാത്തത് പലതും പറഞ്ഞു. തൻ്റെ വാക്കുകൾ മാത്രം എങ്ങും മുഴങ്ങണം. തനിക്ക് ഒരു എതിർ സ്വരമുണ്ടാകരുത്. അതാണ് പിണറായി വിജയനെ കൊണ്ട് കോവിഡ് കാലത്ത് താടിയിൽ മാസ്കും കെട്ടി ത്രിസന്ധ്യാസമയത്ത് ചാനലുകളിൽ പ്രത്യക്ഷപ്പെടാൻ പ്രേരിപ്പിച്ചത്. കെ ശൈലജയും ജി സുധാകരനും EP ജയരാജനും അടക്കമുള്ള സഹപ്രവർത്തകരെ പോലും വെട്ടിനിരത്തുന്നതിൽ പിണറായി വിജയൻ യാതൊരു മനസാക്ഷിക്കുത്തും കാണിച്ചില്ല. നവകേരള സർക്കിട്ടിൽ ആളുകളെ എത്തിക്കാനായി സംഘാടക സമിതി ആവശ്യപ്പെട്ടാൽ സ്കൂൾ ബസ്സുകൾ വിട്ടുനൽകണമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്ന സാഹചര്യവുമുണ്ടായി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച സർക്കിട്ട് ബസ്സിന് വേദിക്കരികിലെത്താനായി തിരൂർ ബോയ്സ് ഹൈസ്കൂൾ, പറവൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ, പെരുമ്പാവൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, മാനന്തവാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, വൈക്കം PWD റെസ്റ്റ് ഹൗസ്, പൊൻകുന്നം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, വണ്ടൂർ VMC, മഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, തിരൂർ ബോയ്സ് സ്കൂൾ എന്നിവിടങ്ങളിലെയൊക്കെ ചുറ്റുമതിൽ പൊളിച്ചു. തൊഴിലാളി വർഗ പാർട്ടിയുടെ ഭരണകർത്താക്കളാണ് ഇത് ചെയ്തത് എന്നോർക്കണം. എന്തായാലും പൊതുഖജനാവിൽ നിന്ന് കോടികൾ പാഴാക്കി നടത്തിയ നവകേരള സർക്കിട്ട് പിണറായി സർക്കാരിന് ഒരു തിരിച്ചടിയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.